ഹലോ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഉള്ളത് നമ്മുടെ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഈഡൻ വാവയുടെ ബർത്ത്ഡേ ആണ്. ഈഡൻ വാവൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കൃപാസനത്തിന്റെ വ്ലോഗിൽ അവൻ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഇന്ന് ഒരു വയസ്സാവണുണ്ട. ഇന്നല്ല, ആക്ച്വലി അവന്റെ ബർത്ത്ഡേ ഫെബ്രുവരി 12 പക്ഷെ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മുടെ ലുവാൻ ബേബിയും ഈഡൻ ബേബിയും കൂടി കണ്ടുമുട്ടുന്ന സീൻസ് ആണ് കാണുന്നത്. ഇതാണ് നമ്മുടെ കുട്ടിയുടെ അപ്പനമ്മ. അപ്പൊ പരിപാടി ഉണ്ടായിരുന്നത് വീട്ടിൽ വെച്ചിരുന്നിട്ടോ. അപ്പൊ നമ്മൾ സൺഡേ ആയിരുന്നു, രാവിലെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് നേരെ അങ്ങോട്ട് പോയത്. കേക്ക് കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നത് 11:30 എല്ലാവരും എത്തി വന്നപ്പോഴേക്കും കുറച്ച് ടൈം കൂടി ആയിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പൊ ഞാൻ ഇവനെ എടുത്ത് മടിയിൽ വെച്ചിരുന്നപ്പോ മമ്മി അവിടെ ഈടുവിനെ എടുത്ത് പിടിച്ചിരിക്കണായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു കളികളായിരുന്നിട്ടാ. ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായം ഉണ്ടാ, വലിയ വ്യത്യാസമില്ല, 2 മാസത്തെ വ്യത്യാസമുള്ളൂ. അപ്പൊ അടുത്തത് നമ്മുടെ ലുവാൻ ബേബിയുടെ ബർത്ത്ഡേ വരും അടുത്ത് തന്നെ. എന്ത് പെട്ടെന്നാലും ഇവരൊക്കെ വലുതാവുന്നത്. അപ്പൊ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഒരുവിധം തിരക്കൊക്കെ കുറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്നത്. നമ്മളെല്ലാവരും കൂടി കസിൻസ് ഒക്കെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ലുവാൻ ബേബിനെ ഒന്ന് ഉറക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അവനിങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനിങ്ങനെ ഉറക്കാൻ ഭയങ്കര പാടാണ്. അവന് ഭയങ്കര വാശിയായിരിക്കും ഉറങ്ങിയില്ലെങ്കിൽ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കണക്കിന് അവനെ ഉറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ കുറച്ചൊക്കെ ഇത് വർത്താനൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി ഇതുപോലെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ കൂടാറുണ്ട്. ആ പരിപാടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കൂടാറുണ്ട്. അതൊക്കെ ഒരു രസമല്ലേ എല്ലാവരും കൂടി ആകുമ്പോൾ. അപ്പൊ ഈ പ്രാവശ്യം ചേട്ടനും ചേച്ചിയൊന്നും അറിയില്ലാത്ത അവരുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചു നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോകുന്നിട്ട്. പിന്നെ നമുക്ക് എറണാകുളം വരെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നിട്ടാ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.